ഇരിക്കുന്നത് 2 raised to 40, 3 raised to 21, 4 raised to 18, 8 raised to 12. ഈ പറയുന്നതിന് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ സ്മോളസ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇങ്ങനെ നമ്മളെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സിന്റെ ബേസ്, അതായത് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ ബേസ് എന്ന് പറയുന്നത് 2, 3, 4, 8 ആണ്. ഇതിന്റെ എക്സ്പോണൻസ് ആണ് 40, 21, 18, 12 എന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് നമ്പേഴ്സ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ എക്സ്പോണൻസ് നോക്കിയിട്ട് നമുക്ക് ചെറുതാണോ വലുതാണോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന ബേസ് നമ്പേഴ്സിനെ സെയിം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് സെയിം ആക്കാൻ പറ്റുന്നത് 2ന്റെ എക്സ്പോണൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ്. അങ്ങനെ ഇവിടെ 3 നമ്പേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 2 raised to 40 തന്നെയാണ്. രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്നത് 4 raised to 18 ആണ്. അപ്പൊ ഇതിന് സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? 2 square raised to 18 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല a raised to m all raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a raised to m into n ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 raised to 36 ആണ്. ഇനി അതുപോലെ വരുന്ന ഒരു നമ്പർ ആണ് 8 raised to 12 എന്ന് പറയുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 2 raised to 3 all raised to 12 എന്ന് വരും. സെയിം a raised to m into n എന്ന് പറയുന്ന ഈ ഒരു ഫോർമുല നമ്മൾ ഇവിടേക്ക് യൂസ് ചെയ്യണമെന്ന്